ശബരിമലയിൽ സർക്കാരിന്റെ കൊടിയ അനാസ്ഥ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച 100 കോടി നഷ്ടപ്പെടുത്തി സംസ്ഥാനം. സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച തുകയാണ് നഷ്ടപ്പെടുത്തിയത്. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അടക്കം ഗുണം ചെയ്യേണ്ട പദ്ധതിയാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ബോധപൂർവമായ കെടുകാര്യസ്ഥത മൂലം നഷ്ടപ്പെടുന്നത്. സ്വദേശ് ദർശൻ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഇല്ലാതായത്. 100 കോടി രൂപയാണ് ശബരിമല വികസനത്തിനായി സ്വദേശ് ദർശൻ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ വകയിരുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ മെല്ലപ്പോക്കിനെ തുടർന്ന് 2022 ഇത് 54.88 കോടിയായി കേന്ദ്രം വെട്ടിക്കുറച്ചു. ഇതിൽ 46.53 കോടി സർക്കാർ അനുവദിക്കുകയും ചെയ്തു. അതും പൂർണ്ണമായി ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാരിനോ വിനോദസഞ്ചാര വകുപ്പിനോ സാധിച്ചില്ല. ടൂറിസം വകുപ്പ് വിനിയോഗിച്ചതാകട്ടെ 36.27 കോടി രൂപ മാത്രമാണ്. ഈ ശബരിമല സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം കോടികൾ നഷ്ടപ്പെടുത്തിയതിനെ പറ്റി ഇരു മുന്നണികളും സംസാരിക്കാത്തെന്ന് വ്യക്തമാക്കണം. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തുകയുണ്ടായി സംസ്ഥാന സർക്കാർ ഒരു വിഭാഗം ഭക്തരെ പരിഗണിപ്പിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ശബരിമലയ്ക്ക് വേണ്ടത് അടിസ്ഥാന വികസന സൗകര്യമാണ് വേണ്ടത്. അതിനുവേണ്ടി കൃത്യമായ കേന്ദ്ര ഫണ്ട് കിട്ടിയിട്ടും അത് നമുക്ക് എന്തുകൊണ്ട് കൃത്യമായി പദ്ധതികൾ സമർപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയാതെ പോയി. അത് ഈ സമയത്ത്, പ്രത്യേകിച്ചും ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. സാധാരണക്കാരായ ഒരുപാട് ഭക്തർ വരുന്നതാണ് ശബരിമലയിൽ. അപ്പം അവർക്ക് വേണ്ട സംവിധാനങ്ങളും അവിടെ വിശ്രമിക്കാനും അതേപോലെ തന്നെ അന്നദാനം കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഫണ്ട് എന്തുകൊണ്ട് ഈ അലംഭാവം മൂലം നഷ്ടപ്പെടുത്തിയെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കണം. ശബരിമല ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിനും മറ്റുമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയത്. നടപ്പാതകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ശുചിമുറികൾ, ക്യൂ കോംപ്ലക്സ്, പാർക്കിംഗ് സംവിധാനങ്ങൾ തുടങ്ങി ഭക്തർക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള വികസനം സാധ്യമാക്കേണ്ട തുകയാണ് ബോധപൂർവം വരുത്തിവെച്ച അനാസ്ഥ മൂലം സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും വിനോദസഞ്ചാര വകുപ്പും നഷ്ടമാക്കിയത്. ജനം, തിരുവനന്തപുരം.